ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഷാലു കേട്ടോ. അപ്പോൾ ഷാലൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ മീഷോന്ന് 2 ചിലങ്ക ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഏട്ടൻ്റെ മോൾക്കും ഒന്ന് അനിയൻ്റെ മോൾക്കും കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. രണ്ടും നല്ല ഡാൻസ് ചെയ്യുന്ന പൈതങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടി ഇതേ പോവാണ് കേട്ടോ. അപ്പോൾ നല്ല ഇച്ചിരി മഴയുണ്ടായിരുന്നു. അപ്പോൾ അതേ നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങൾ ബസ് കാത്ത് നിൽക്കാം കേട്ടോ. അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. ബർത്ത്ഡേക്ക് പോണ സമയത്ത് തന്നെ വൈകിട്ടായിരുന്നു ഫംഗ്ഷൻ. ഡേ ഞങ്ങളവിടെ എത്തി. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അവളുടെ ഏട്ടന്മാരെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കുടുംബത്തിൽ ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ആ ബർത്ത്ഡേ ഗേൾ ഇവിടെ വീട്ടിലില്ലായിരുന്നു. ആൾ കോഴിക്കോടായിരുന്നു. അപ്പോൾ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് എല്ലാവരും കൂടി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അവളെ വാതിൽ തുറന്നിട്ട് അവൾക്ക് സർപ്രൈസ് കൊടുക്കാന്നുള്ള രീതിയിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം അതേ വാതിൽ തുറന്ന് ബർത്ത്ഡേ ഗേൾ വന്ന് അപ്പോൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഇതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നു. അവൾക്ക് ഭയങ്കര സർപ്രൈസായിപ്പോയി. കാരണം അവളടുത്ത് പറഞ്ഞില്ല ഇങ്ങനെ എല്ലാവരും വരുമെന്നൊക്കെ. അങ്ങനെ ഇതേ ബർത്ത്ഡേ കുട്ടീനെ അവളുടെ അമ്മ സുന്ദരി കുട്ടിയാക്കുകയാണ് കേട്ടോ. അപ്പം ഇതേ ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെയുള്ള നിമിഷങ്ങൾ നമ്മുടെ ലൈഫിൽ വളരെ കുറച്ചേ കിട്ടുമെങ്കിൽ പോലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ നമ്മളെല്ലാവരും കൂടും ഫാമിലിയിൽ. അതൊരു നല്ല വൈബാണ്. അപ്പോൾ അതേ അമ്മ, മോൻ, അനിയൻ്റെ മോൾ എല്ലാവരും ഉണ്ട്. ഏട്ടന്മാരും വല്യമ്മമാരും ഒക്കെ ഉണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. എങ്ങനെയാണ് ചെറിയ ഫങ്ഷൻ ആണെങ്കിൽ പോലും നമ്മൾ അതിൽ കൊടുക്കുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. കാരണം നമ്മളെല്ലാവരും കൂടിച്ചേരുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ വളരെ അപൂർവമായിരിക്കും. എന്തായാലും ഞങ്ങൾ ബർത്ത്ഡേകളെല്ലാം സെറ്റാക്കി കേക്ക് മുറിക്കാനുള്ള പ്രോഗ്രാംസിലാണ്. പിന്നെ കേക്ക് ഡെക്കറേഷനും കേക്ക് ചെയ്തതൊക്കെ അവളുടെ അമ്മ തന്നെയാണ്. ആൾ ഭയങ്കരമായിട്ട് നല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കും. സെറ്റാണ്. അപ്പോൾ ഒരു പിയാനോ കേക്കാണ് ഉണ്ടാക്കിയത്. കേക്കിൻ്റെ വീഡിയോസ് ജസ്റ്റ് കുറച്ചേ കിട്ടിയുള്ളൂ. ഞാനെല്ലാം വീഡിയോ എടുത്തത്, അതുകൊണ്ട് തന്നെ കേക്കിൻ്റെ ഇത് കിട്ടിയില്ല. പക്ഷേ ആൾ അടിപൊളിയായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കും. അവിടെ അടുത്തുള്ള വീടുകളിലേക്കൊക്കെ ഓർഡർ ചെയ്താൽ അവൾ ഉണ്ടാക്കി കൊടുക്കും. ഇവിടെ നല്ല പിയാനോ കേക്കായിരുന്നു, അടിപൊളിയായിരുന്നു. എടുക്കാൻ പറ്റിയില്ല കേക്കിൻ്റെ, കുറച്ച് ഞാൻ വീഡിയോ എടുക്കാത്ത കാരണം. എല്ലാവരും കേക്കൊക്കെ കൊടുത്ത് നമ്മളെ ഹാപ്പി ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഗിഫ്റ്റ് ഞാൻ സർപ്രൈസ് ആക്കി വെച്ചു കേട്ടോ. അത് കാരണം ആരും കൊടുക്കാത്തൊരു ഗിഫ്റ്റാണെന്ന് എനിക്കറിയാം. അവർ അമ്പലത്തിൽ അവളും അനിയൻ്റെ മോളും കൂടി ഡാൻസ് കളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊരു തീരുമാനമാണ് എൻ്റെ ചിലങ്ക 2 പേർക്കും കൂടി വാങ്ങിക്കൊടുക്കാൻ. അപ്പോൾ അവരുടെ ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിർത്തിയായിരുന്നു. അപ്പം എന്നാലും അവർക്ക് കുഴപ്പമില്ല, അവൾ ഹാപ്പി ആയിരുന്നു. കാരണം ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കുട്ടികളല്ലേ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഓരോരുത്തർ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ കൊടുത്തൊക്കെ വാങ്ങി. വാട്ടർ ബോട്ടിലും ബാഗും കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ആൾക്ക്. ആൾ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ അനിയൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് എനിക്ക് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കാരണം ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. ഇവർ 2 പേർക്കും കൂടി ഒരുമിച്ച് ഗിഫ്റ്റ് കൊടുക്കാന്നുള്ള രീതിയിലാണ്. കാരണം അപ്പം ഞാൻ എൻ്റെ ഗിഫ്റ്റ് കൊടുത്തു. അപ്പം അനിയൻ്റെ മോൾ അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖമൊക്കെ വാടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളെയും കൂടി വിളിച്ചു വിട്ടു. അപ്പോൾ 2 പേർക്കും കൂടിയാണെന്നൊക്കെ പറഞ്ഞ് ആൾക്ക് ഭയങ്കര നാണമൊക്കെ. എന്നാലും മുഖത്തൊരു സന്തോഷമൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് ഞാൻ അവൾക്കും കൂടിയുള്ള ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് തന്നെ ഞാൻ അവിടെ തന്നെ ഗിഫ്റ്റ് തുറക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ വെറുതെ ചിലപ്പോൾ എന്തെങ്കിലും നിസ്സാര മിഠായി എങ്ങനെയെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഗിഫ്റ്റ് അവിടെ തന്നെ ഞാൻ പൊളിച്ച് അത് ഭയങ്കര എന്താ പറയുക, അവരുടെ അപ്പോഴത്തെ ഒരു സന്തോഷം ഉണ്ടല്ലോ. നമുക്ക് ചെറുപ്പത്തിലൊന്നും നമുക്കിങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും അവരുടെയൊക്കെ ആ സന്തോഷം കാണുമ്പോൾ നമ്മളിപ്പോൾ ഭയങ്കര ഹാപ്പി കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഞാനും ഇങ്ങനെ കുട്ടികളെ ഹാപ്പിയാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് കിട്ടാത്തതൊക്കെ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് കിട്ടട്ടെ. അപ്പോൾ ചിലങ്ങയുടെ മറ്റാൾ വേഗം എടുത്ത് വെച്ചു. പക്ഷേ എൻ്റെ മോൾക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ 2 പേർക്കും എന്ത് പറയണമെന്നൊന്നും അറിയില്ല. എനിക്കതിലേറെ വലിയ സന്തോഷമായി. അപ്പോൾ 2 പേരും ഹാപ്പിയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവരിന് താങ്ക്സ് പറയാൻ വേണ്ടി വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം. 2 കുറുമ്പികളും ഭയങ്കര ഹാപ്പിയായി. എന്താ പറയുക, വളരെ വളരെ സന്തോഷം തോന്നിയിട്ട് എനിക്ക്. കാരണം
അങ്ങനെയുള്ള പിന്നെ എൻ്റെ ഫ്രണ്ടാണ് അവൾ, എൻ്റെ വൈഫിൻ്റെ ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. സ്വാഭാവികം നമ്മളെങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഫോണിൽ അറിയാം. പിന്നെ അടുത്ത ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ ദമ്മ് പൊട്ടിക്കലായിരുന്നു. ബിരിയാണി ആയിരുന്നു ഫുഡ്. ഞങ്ങൾ ഏട്ടൻ കാറ്ററിങ് ഏൽപ്പിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ചെമ്പൊക്കെ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം അടിപൊളിയായി, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള സെറ്റിലേക്ക് ഞങ്ങൾ പോയി. ഫുഡൊക്കെ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇളക്കാൻ ഇവൾ ഉഷാറാണ്. ഭയങ്കരമായിട്ട് ഇളക്കി സെറ്റായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. അപ്പോൾ ഷാലൂസ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കുറച്ച് നുറങ്ങ് വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായി എൻജോയ് ചെയ്ത് ഞാൻ അന്ന് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ. ഓക്കെ, ബൈ ഗായ്സ്.